ഹലോ. സോ ഫോറക്സ് ട്രേഡിംഗ് ബേസിക്സിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫോറക്സ് ട്രേഡിങ്ങിനെ പറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇൻട്രൊഡക്ഷൻ സംസാരിച്ചു. അതിനുശേഷം ടു വേ മാർക്കറ്റ് കോൺസെപ്റ്റിനെ കുറിച്ചും ഫോറക്സ് മാർക്കറ്റിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം കഴിഞ്ഞ വീഡിയോയിൽ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസ് നടത്തി അല്ലെ. ഫണ്ടമെന്റൽ ആയിട്ട് റിയൽ ടൈം ആയിട്ട് നടന്നിട്ടുള്ള കുറച്ച് ഇൻസിഡൻസും ആ ഇൻസിഡൻസ് എങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പോവുകയും ചെയ്തു. അതിനുശേഷം നമ്മൾ എന്താണ് എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ എങ്ങനെ മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുമെന്നും ആ ഒരു ന്യൂസുകളൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ തീരുമാനങ്ങൾ എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയെങ്കിൽ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. ഈ മൂന്നാമത്തെ വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ആണ് ചെയ്യുന്നത്. സോ ഇതൊരു 3 വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കാരണം ടെക്നിക്കൽ അനാലിസിസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു പോവുകയും ചെയ്യണം. അതിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകുന്നത്. എങ്ങനെ ഒരു ചാർട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ചാർട്ടിൽ ഉണ്ടാവുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താണ് വെറും 5 മിനിറ്റ് മാത്രം മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്തുകൊണ്ട് എങ്ങനെ തീരുമാനം എടുക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ 5 മിനിറ്റ് മാത്രം. ഏതാണ് ഈ 5 മിനിറ്റ്, ഏതൊക്കെ ടൈമിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളും നമുക്ക് ഏറ്റവും ഈ വീഡിയോയുടെ എൻഡിലോട്ട് വരികയും ചെയ്യുന്നുണ്ട്. സോ അത് മനസ്സിലാക്കുക. അതനുസരിച്ചിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുത്ത് പോയി വെറും 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം നമ്മളൊരു അടുത്ത വീഡിയോയിൽ നമ്മൾ ഒരു ബ്രോക്കറിനെ എങ്ങനെ ചൂസ് ചെയ്യാമെന്നും ഒരു ബ്രോക്കറിനെ ചൂസ് ചെയ്ത് ബ്രോക്കറിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് MT5 ആയിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് എങ്ങനെ ട്രേഡ് എടുക്കാം, ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ തന്നെ ട്രേഡ് എടുക്കണം. ഓക്കെ, സോ അത് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിലോട്ട് വരുന്നുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ വരുന്ന വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. സോ എനിവേസ്, മൈ നെയിം ഇസ് വിഷ്ണു ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. സോ ഇൻട്രൊഡക്ഷൻ ടു ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. അതിനുശേഷം അടുത്ത വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കും അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോവുകയും ചെയ്യാം കേട്ടോ. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടതെന്നും മേജർ ആയിട്ടുള്ള മാർക്കറ്റ് ഓപ്പണിംഗ്സ് ആൻഡ് ക്ലോസിംഗ് എത്ര മണിക്കാണ് ഏതൊക്കെ ടൈമിങ്ങിലാണ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്നും ഒരു കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോവുകയും ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ഈസ് ടെക്നിക്കൽ അനാലിസിസ്? ടെക്നിക്കൽ അനാലിസിസ് is a study of market movements by analyzing the history of price fluctuations. ഏതൊരു വസ്തുവിനും പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അല്ലേ. സോ അതിന്റെ ഹിസ്റ്ററി, അതിന്റെ എന്താ പറയുക, പ്രീവിയസ് ഡേറ്റ മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് അതിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? ദ പർപ്പസ് ഈസ് ടു ഐഡന്റിഫൈ ദ ട്രെൻഡ് ആൻഡ് മേക്ക് ഇൻഫോംഡ് ട്രേഡിംഗ് ഡിസിഷൻസ്. സോ ബേസിക്കലി ആ ട്രെൻഡ് മനസ്സിലാക്കാൻ ഏതൊരു വസ്തുവിന്റെയും പാസ്റ്റ് മൂവ്മെന്റ്സ് വെച്ച് നമ്മൾ പ്രൈസ് അനലൈസ് ചെയ്തതിന് ശേഷം അതിന്റെ ട്രെൻഡ് മനസ്സിലാക്കി അത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡിലാണോ പോകുന്നത്, അതിന്റെ ഫ്യൂച്ചർ മൂവ്മെന്റ്സ് എങ്ങോട്ടാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നതിന്റെ പേരാണ് ബേസിക്കലി ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ചാർട്ട്സും പാസ്റ്റ് പ്രൈസ് ഡേറ്റയാണ് നമ്മളിവിടെ കീ ടൂൾസ് ആയിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നമ്മൾ നേരെ ചാർട്ടിംഗ് ടെക്നിക്കിലോട്ട് പോകുമ്പോൾ മെയിൻ ആയിട്ടും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചാർട്ടിംഗ് ടെക്നിക്സ് ആണ് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യുന്നത്? വിഷ്വലൈസ് പ്രൈസ് ആക്ഷൻ ആൻഡ് ഹെൽപ്സ് ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ. സോ നമുക്കത് എളുപ്പത്തിൽ നമുക്ക് അത് ട്രെൻഡും പാറ്റേൺസും ഒരു മാർക്കറ്റിന്റെ പാറ്റേണും മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ ഇത് ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സ് ചാർട്ടിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അതർ ചാർട്ട് ടൈപ്സ് എന്തൊക്കെയാണ്? ലൈൻ ചാർട്ട്സ് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്. ഓക്കെ, സോ കീ ആസ്പെക്ട്സ് ഓഫ് ടെക്നിക്കൽ അനാലിസിസ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ നേരത്ത്? മെയിൻ ആയിട്ടും പ്രൈസ്, ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്രെൻഡ്, ഒരു മാർക്കറ്റ് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ, ഒരു മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഒരു ചാർട്ടിന്റെ പാറ്റേൺ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ടെക്നിക്കൽ അനാലിസിസ് നമുക്ക് നടത്താനായിട്ട് പറ്റും അല്ലെ. സോ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു മാർക്കറ്റ് ഇപ്പം നമ്മൾ ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫണ്ടമെന്റലി കുറെ ന്യൂസുകൾ വന്നതും അത് മാർക്കറ്റിനെ എങ്ങനെ അഫക്ട് ചെയ്തു, മാർക്കറ്റ് അപ് ട്രെൻഡ് ആയിരുന്നോ ലോങ്ങർ ടേമിൽ, ഡൗൺ ട്രെൻഡ് ആയിരുന്നോ ലോങ്ങർ ടേമിൽ എന്നൊക്കെയുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. സോ റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഫണ്ടമെന്റലി നോക്കാൻ നേരത്തെ താരിഫ് അനൗൺസ്മെന്റ് വരികയും ഗോൾഡിന്റെ പ്രൈസ് ഒക്കെ ഭയങ്കരമായ അപ് ട്രെൻഡിലോട്ട് മുകളിലോട്ട് പോവുകയും ഭയങ്കര വലിയ മൂവ്മെന്റ് ആണ് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഗോൾഡിനകത്ത് അല്ലെ. സോ അത് ഫണ്ടമെന്റലി ഗോൾഡ് അപ് ട്രെൻഡ് ആയതുകൊണ്ടിട്ടാണ്. പക്ഷെ ടെക്നിക്കലി നമ്മൾ എങ്ങനെ മനസ്സിലാക്കാം
മനസ്സിലാക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞു പോകുന്നത്. അതെങ്ങനെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യേണ്ടത് പിന്നീട്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്താണ്? ഒരു വസ്തുവിന്റെ വില താഴോട്ട് പോയാൽ എവിടെ പോയി സപ്പോർട്ട് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് വരും എന്നുള്ള കാര്യം നമ്മൾ എവിടെ മനസ്സിലാക്കാം? ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പഠിച്ചാൽ മനസ്സിലാക്കാം അല്ലെ? സോ ഒരു വസ്തുവിന്റെ പ്രൈസ് മുകളിലോട്ട് പോയാൽ അത് എവിടെ വരെ പോയിട്ട് തിരിച്ചു വരാം എന്നുള്ളൊരു കാര്യം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ടെക്നിക്കൽ അനാലിസിസ് ചെയ്തതിലൂടെ മനസ്സിലാക്കാം. നമ്മൾ ഫണ്ടമെന്റലിലൂടെ ഓക്കെ നമുക്കൊരു ട്രെൻഡ് മനസ്സിലാക്കാം. ഓക്കെ, പക്ഷേ സപ്പോർട്ടും ഒരു മാർക്കറ്റ് വെറുതെ മുകളിലോട്ട് മാത്രം ഒരിക്കലും പോകത്തില്ല. ഒരു മാർക്കറ്റ് മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് ചെറുതായിട്ട് താഴോട്ട് വരികയും ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് താഴോട്ട് പോയാൽ അങ്ങനെ അങ്ങ് താഴോട്ട് പോകത്തില്ല. ഉറപ്പായിട്ടും മാർക്കറ്റിനകത്ത് ഒരു കറക്ഷൻ ഒന്ന് മുകളിലോട്ട് പോവുകയും ചെയ്യും. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലൂടെ മനസ്സിലാക്കാം. സോ വോളിയം ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പല മാർക്കറ്റുകൾ പല സമയങ്ങളിൽ ഓപ്പൺ ആവും. ഫോർ എക്സാമ്പിൾ രാവിലെ 5:30 മണിക്ക് ജപ്പാൻ ഓപ്പൺ ആവും, അതിനുശേഷം 11:30 മണിക്ക് നമ്മുടെ യൂറോപ്പ് ഓപ്പൺ ആവും, അതിനുശേഷം ഏഷ്യ ക്ലോസ് ആവും 2:30 മണിക്ക്, അതിനുശേഷം US ഓപ്പൺ ആവും 6:30 മണിക്ക്. ഇതിനൊക്കെ പല പല വോളിയംസ് ആണ് മാർക്കറ്റിലോട്ട് വരുന്നതും മാർക്കറ്റിൽ വലിയ ചേഞ്ചസ് ഉണ്ടാവും. ചിലപ്പം 11:30 മണിയാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മാർക്കറ്റ് പെട്ടെന്ന് താഴോട്ട് വരുന്നത് കാണാം. അല്ലെങ്കിൽ 2:30 മണിക്ക് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റ് പെട്ടെന്ന് മുകളിലോട്ട് വരുന്നതേ കാണാം. കാരണം പല മാർക്കറ്റിലെയും ഓപ്പണിംഗ്സും ക്ലോസിംഗും ആണ് ഈ വോളിയം ചേഞ്ചസിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. സോ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ടും മൂവിംഗ് ആവറേജും RSI പോലത്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഹൗ ടു റീഡ് എ ചാർട്ട്. ഒരു ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് ഫസ്റ്റില് നമ്മൾ പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചാർട്ട് എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞു പോകാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ ഇത് നമ്മൾ ഗോൾഡിന്റെ ചാർട്ടാണ്. ഗോൾഡ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റിലെ ഒരു ചാർട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് നോക്കേണ്ടത്? ഇത് ഗോൾഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി നമുക്ക്? ഇപ്പോൾ നമ്മൾ കുറേ കാലം ട്രേഡ് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് മനസ്സിലാവും, ഒരു വസ്തുവിന്റെ പ്രൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷേ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വസ്തുവിന്റെ ചാർട്ട് നേരെ ലെഫ്റ്റിൽ പോയി നോക്കിയാൽ മതി, XAU/USD ഗോൾഡ് വേഴ്സസ് US$ എന്ന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ അത് വായിക്കുക, ഗോൾഡ് വേഴ്സസ് US$. നമ്മൾ നേരെ GBP/USD നമ്മൾ നോക്കി കഴിഞ്ഞാൽ GBP/USD ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ് വേഴ്സസ് US$. Euro/USD നമ്മൾ എടുക്കാം, EUR/USD യൂറോ വേഴ്സസ് US$. ഇതാണ് നമ്മൾ ഫസ്റ്റിലെ മനസ്സിലാക്കേണ്ടത്. എന്തിന്റെ ചാർട്ടാണ് അവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വസ്തുവിന്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഗോൾഡിന്റെ പ്രൈസ് എന്ന് പറയുന്നത് XAU/USD പ്രൈസ് എന്ന് പറയുന്നത് 4070.17 ആണ് ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ഒരു പ്രൈസ് റണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത് നമുക്ക് എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? $4070 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രാം ഓഫ് ഗോൾഡ് അല്ല, ഒരു പവൻ ഓഫ് ഗോൾഡ് അല്ല, ഒരു kg ഓഫ് ഗോൾഡും അല്ല. ഇവിടെ 1 ounce ഓഫ് ഗോൾഡിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. 1 ounce ഓഫ് ഗോൾഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 31.1 ഗ്രാം ഓഫ് ഗോൾഡ് ആണ്. ഓക്കെ, സോ അതാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ നമ്മൾ GBP/USD വന്നു കഴിഞ്ഞാൽ GBP/USD കറണ്ട് പ്രൈസ് 1.3093 ആണ്. ഓക്കെ, സോ അതായതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്സ് വേഴ്സസ് US$ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 GBP ഈസ് ഈക്വൽ ടു 1.3093 US$ ആണ്. ഓക്കെ, സോ ബേസിക്കലി 1.3092 US$ കൊടുത്താൽ മാത്രമേ ഒരു GBP നമുക്ക് വാങ്ങാനായിട്ട് പറ്റുള്ളൂ എന്നാണ് മെയിൻ ആയിട്ടുള്ള അതിനകത്തുള്ളൊരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യൂറോ വേഴ്സസ് US$ന്റെ റേറ്റ് വന്നിട്ട് 1.1540 ആണ്. സോ 1.1540 US$ കൊടുത്താൽ മാത്രമേ നമുക്ക് ഒരു യൂറോ വാങ്ങാനായിട്ട് സാധിക്കൂ എന്നുള്ളതാണ് ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് നമ്മളുടെ എന്താ പറയുക ഒരു ചാർട്ട് നോക്കാൻ നേരത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ ഇനി നമ്മൾ നോക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ ചാർട്ട് നമ്മൾ നോക്കി. ഈ ചാർട്ടിന്റെ പേരാണ് കേട്ടോ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് വിളിക്കുന്നത്? ഒറ്റ റീസണേ ഉള്ളൂ. നമ്മൾ ഇത് കണ്ടോ, ഈ ഒരു എന്താ പറയാ, ഇതിനെ നമ്മൾ കാൻഡിൽ സ്റ്റിക് ചാർട്ട് എന്ന് വിളിക്കും അല്ലെ. സോ ഇത് ഈ പറയുന്ന പ്രൈസ് റെപ്രസെന്റ് ചെയ്യുന്ന ഈ ഒരു ബാറിനെ നമ്മളൊരു കാൻഡിൽ സ്റ്റിക്കിന്റെ ഷേപ്പ് ഉണ്ടായത് കൊണ്ടിട്ടാണ് ഇതിനെ കാൻഡിൽ സ്റ്റിക്സ് ചാർട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കണ്ടോ, ഇതൊരു മെഴുകുതിരി പോലെ ഇരിക്കുകയാണ് അല്ലെ. സോ ഇത് കണ്ടോ, ഇതൊരു മെഴുകുതിരി പോലെ ഇരിക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ഇതിന് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്, പ്രൈസ് മനസ്സിലാക്കി ചാർട്ട് എങ്ങനെ നോക്കണം എന്നുള്ളൊരു കാര്യം മനസ്സിലായി. നമുക്കിനി പീരീഡ് മനസ്സിലാക്കാം. ഓക്കെ, സോ പീരീഡ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്
എന്താണ് നമുക്കിവിടെ പീരീഡ് കണ്ടോ, ഇത് കഴിഞ്ഞ 1 മണിക്കൂറത്തെ ക്യാൻഡിലാണ് ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, 1 മണിക്കൂറത്തെ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ GMT ടൈമിങ്ങിലാണ് നമ്മൾ നോക്കുന്നത്. ഗ്രീൻവിച്ച് മീൻ ടൈം ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഗ്രീൻവിച്ച് മീൻ ടൈമിൽ ഇപ്പോൾ 12 മണിയായിരിക്കും ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ 12 മണി. ഞാനിവിടെ UK യിലാണ്. UK യിൽ ഇവിടെ 10 മണിക്ക്, ആക്ച്വലി ഇവിടെ 10 മണി ആയതേ ഉള്ളൂ. സോ UK യിൽ സമ്മർ ടൈമിൽ 2 മണിക്കൂർ ഫ്രണ്ടിലാണ് ഈ പറയുന്ന GMT ടൈമിംഗ് പോകുന്നത്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ മെറ്റാട്രേഡർ 5 ടൈമിങ്ങും ഇന്ത്യയിലെ ടൈമിങ്ങും തമ്മിൽ ഓൾമോസ്റ്റ് 3.5 മണിക്കൂറത്തെ വ്യത്യാസമാണ് ഉള്ളതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ കഴിഞ്ഞ 1 അവർ ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എന്താണ് ഇതാണ് കഴിഞ്ഞ 1 അവർ ക്യാൻഡിലിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ എന്താ പറയുക ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അതിന് മുന്നത്തെ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതിന് മുന്നത്തുള്ള 1 അവർ എന്ന് പറയുന്നത്. സോ അതിന് മുന്നത്തുള്ള 1 അവർ എവിടെ തൊട്ട് എവിടെ വരെ മൂവായി, നമുക്ക് ഗോൾഡിന്റെ എക്സാമ്പിൾ എടുത്താൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ കഴിഞ്ഞ 1 അവറിൽ നമ്മളെ ഗോൾഡ് 4063 സ്റ്റാർട്ട് ചെയ്തു. മൊത്തത്തിലുണ്ടായ മൂവ്മെന്റ് 4074 വരെ, ഓൾമോസ്റ്റ് $11 കഴിഞ്ഞ 1 അവറിൽ ഗോൾഡ് മൂവ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതിന് മുന്നേ 4059 തൊട്ട് 4066 വരെ ഓൾമോസ്റ്റ് $7 അതിന്റെ മുന്നത്തെ ക്യാൻഡിൽ മൂവ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് ബേസിക്കലി 1 അവർ ക്യാൻഡിൽ, 1 മണിക്കൂർ വെച്ചിട്ടുള്ള സ്റ്റഡിയാണ് ഇവിടെ 1 അവർ ക്യാൻഡിൽ നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് 30 മിനിറ്റുള്ള ക്യാൻഡിൽ ഉണ്ട്. ഓക്കെ, സോ ഇത് കഴിഞ്ഞ അരമണിക്കൂർ നടന്നിട്ടുള്ള ക്യാൻഡിലാണ് ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുന്നേ നടന്നിട്ടുള്ള അരമണിക്കൂറത്തെ ക്യാൻഡിലാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഉണ്ട്, അതേപോലെ തന്നെ 20 മിനിറ്റ്സ് ക്യാൻഡിൽ ഉണ്ട്. അങ്ങനെ ഒരുപാട് നമുക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കാം. ഒരു ദിവസം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നിട്ടുള്ള ക്യാൻഡിലാണിത്. സോ നമുക്ക് കഴിഞ്ഞ ദിവസം എവിടെ തൊട്ട് എവിടെ വരെ മൂവ് ചെയ്തു മാർക്കറ്റ് 4101 തൊട്ട് 4026 വരെ ഓൾമോസ്റ്റ് $76 മൂവ്മെന്റ് ആണ് കഴിഞ്ഞ ദിവസം മാത്രം ഗോൾഡിന്റെ മാർക്കറ്റിൽ മൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. എന്താണ് പീരീഡ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, സോ ഇനി നമുക്ക് ഈ പറയുന്ന കാൻഡിൽ സ്റ്റിക്സിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഈ ക്യാൻഡിൽ നമ്മൾ എടുക്കാൻ നേരത്ത് ഈ പറയുന്ന വണ്ണമുള്ളൊരു സ്ഥലവും ഉണ്ടാവും, അതേപോലെ ഒരു ചെറിയൊരു ലൈനും ഉണ്ടാവും അല്ലേ. ഈ ലൈനെ നമ്മൾ ഈ വണ്ണമുള്ള ഭാഗത്തിനെ നമ്മൾ ബോഡി എന്നും ഈ ലൈനെ നമ്മൾ എന്താണ് ഷാഡോ എന്നും വിളിക്കും. ഓക്കെ, സോ വണ്ണമുള്ള സ്ഥലത്തിനെ നമ്മൾ ബോഡി എന്നും ഈ ലൈനെ നമ്മൾ ഷാഡോ എന്നും വിളിക്കും. സോ ബേസിക്കലി വണ്ണമുള്ള ഭാഗം ബോഡി റെപ്രസെന്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ ക്യാൻഡിൽ. ഓക്കെ, ആൻഡ് ഷാഡോ represent how much a pair moved on a particular time frame. ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ ടോട്ടൽ എത്രമാത്രം മൂവ് ചെയ്തു എന്നുള്ളതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ ഈ ഒരു കാൻഡിൽ സ്റ്റിക്സ് മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമുക്കറിയാം എന്താണ് മാർക്കറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 4063 തൊട്ട് 4073 വരെ മാർക്കറ്റ് സഞ്ചരിച്ചു. പക്ഷേ അതിനുശേഷം ഇവിടെ ഈ ബോഡിയാണ് അടുത്ത ക്യാൻഡിലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നത്. അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി റെപ്രസെന്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്. ഓക്കെ, സോ മാർക്കറ്റിൽ ഈ പറയുന്ന കഴിഞ്ഞ അവറിലുള്ള ക്യാൻഡിൽ 4063 നിന്ന് 4074 വരെ പോയി. പക്ഷെ കഴിഞ്ഞ മണിക്കൂർ അവസാനിച്ചത് 4071.88 എന്ന് മാത്രം. ഓക്കെ, എന്നിട്ട് ഈ അവർ സ്റ്റാർട്ട് ചെയ്തത് 4071.88 നിന്ന് മാർക്കറ്റ് പിന്നെ താഴോട്ട് പോവുകയാണ്. ഇപ്പോൾ എന്തായി തീരും എന്നുള്ള കാര്യം നമുക്കറിയില്ല. ഓക്കെ, സോ ബേസിക്കലി അതിന് മുന്നത്തെ ഈ ഒരു ക്യാൻഡിൽ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് 4053 ഓക്കെ, സോ 4053 നിന്ന് മാർക്കറ്റ് ആ മണിക്കൂറിൽ തന്നെ 4051 വരെ മാർക്കറ്റ് പോയി. പക്ഷെ തിരിച്ചു കയറി വന്നു, പിന്നെയും 4053 വന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോയി 4059 പോയി, 59 കഴിഞ്ഞ് വീണ്ടും മുകളിലോട്ട് പോയി 4066 വരെ പോയി. അതിനുശേഷം മാർക്കറ്റ് തിരിച്ചു വന്ന് വീണ്ടും 4059 നിന്നാണ് ഈ ഒരു പർട്ടിക്കുലർ അവർ. സോ നമ്മൾ ഈ ഒരു ക്യാൻഡിലിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ പർട്ടിക്കുലർ ക്യാൻഡിൽ. ഓക്കെ, സോ 4059 അടുത്ത ആ പർട്ടിക്കുലർ അവർ തീരുന്നതും അടുത്ത
ക്യാൻഡിൽ കണ്ടോ, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 4056 ഓക്കെ. സോ ഈ ക്യാൻഡിലെ കുറിച്ച് പറഞ്ഞാൽ 4059 അത് തുടങ്ങി നേരെ 4066 വരെയൊക്കെ 4066.72 വരെയൊക്കെ ഈ പർട്ടിക്കുലർ അവറിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും താഴോട്ട് വന്ന് 4063 അടുത്ത ആ അവർ ക്ലോസ് ആവുന്നത് 4063 ഓക്കെ. സോ ബേസിക്കലി ഒരു ബോഡി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ അവർ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മിനിറ്റ് ആയിക്കോട്ടെ, ഒരു പർട്ടിക്കുലർ ഡേ ആയിക്കോട്ടെ, ബോഡി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഓപ്പണിങ്ങിനെയും ക്ലോസിങ്ങിനെയും ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ. പക്ഷേ ടോട്ടൽ ഒരു ക്യാൻഡിലിന്റെ ടോട്ടൽ മൂവ്മെന്റ്, അതായത് ക്യാൻഡിലിന്റെ ബോഡിയും ഷാഡോയും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് ടോട്ടൽ എത്രമാത്രം മൂവ് ചെയ്തു, ഒരു ക്യാൻഡിൽ മൂവ് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത്. ഓക്കെ. സോ ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, ബോഡി റെപ്രസെന്റ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് എ പർട്ടിക്കുലർ ടൈം ഫ്രെയിം ആൻഡ് ഷാഡോ റെപ്രസെന്റ് ഹൗ മച്ച് എ പെയർ മൂവ്ഡ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ടൈം ഫ്രെയിം എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ. സോ ഇനി നമുക്ക് നമ്മളുടെ ടൈമിങ്ങിനെ കുറിച്ച് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ് MT5 കാണിച്ചേക്കുന്ന ടൈമിംഗ് നമ്മളുടെ നാട്ടിലെ ടൈമിംഗ് ഇല്ല. പല ആൾക്കാർക്കുള്ള ഡൗട്ടാണ് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ 12 മണി കാണിക്കുന്നത്. ഇപ്പോൾ 12 മണിക്കുള്ള ക്യാൻഡിലാണ് ഇതിനകത്ത് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ UK ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ 10 മണിയായിട്ടുള്ളൂ. സോ ഇപ്പോൾ കറന്റ് ഇന്ത്യയിൽ ആക്ച്വലി ഓൾമോസ്റ്റ് ഇവിടുന്ന് 12, 1, 2, 3 3:30 ക്യാൻഡിലായിരിക്കും ഇപ്പോൾ റൺ ആയിക്കൊണ്ടിരിക്കുക ഇന്ത്യയിൽ. ഓക്കെ. സോ ബേസിക്കലി ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രീൻവിച്ച് മീൻ ടൈം ആണ്, GMT ടൈം എന്ന് പറയും. ഓക്കെ. സോ അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. എങ്ങനെ കൺസിഡർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ ബേസിക്കലി വിന്റേഴ്സിൽ ഇന്ത്യയിൽ 3.5 മണിക്കൂറാണ് ഫ്രണ്ടിൽ, അതായത് GMT ടൈം നിങ്ങൾ മെറ്റാ ട്രേഡർ 5 കാണിച്ചിരിക്കുന്ന ടൈം പ്ലസ് 3.5 hours ആണ് നിങ്ങൾ കൂട്ടേണ്ടത്. ഓക്കെ. സോ UK ലാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ, ഈ പറയുന്ന മെറ്റാ ട്രേഡർ 5 2 മണിക്കൂർ ബാക്കിലായിരിക്കും ഉറപ്പായിട്ട് ഈ UK ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ. സോ സമ്മർ ടൈം എപ്പോൾ അറിയാൻ പറ്റും? സമ്മർ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ വിന്റർ ആണ് നടക്കുന്നത്. ഒക്ടോബർ 27 തൊട്ട് ഓൾമോസ്റ്റ് ഒരു ഏപ്രിൽ മെയ് വരെ വിന്റർ ടൈമിംഗ് ആയിരിക്കും ഇവിടെ റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. സോ അതിനുശേഷമാണ് നമുക്ക് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത്. സമ്മർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയും GMT ടൈമുമായിട്ടുള്ള വ്യത്യാസം വെറും 2.5 മണിക്കൂറേ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ടും കൺസിഡർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഇതൊക്കെയാണ് കാൻഡിൽ സ്റ്റിക്സ്, ഐ മീൻ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സ് എന്ന് പറയുന്നത്. നേരെ നമുക്ക് വേറെയും രീതിയിൽ നമുക്ക് ചാർട്ട് അനലൈസിങ് നേരത്തെ പറഞ്ഞത് ബാർ ചാർട്ട് ഉണ്ട്. സോ ഇതാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് വെച്ച് അനലൈസ് ചെയ്യാൻ എനിക്ക് വലിയ പിടിയില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. സോ അതേപോലെ തന്നെ ലൈൻ ചാർട്ട് ഉണ്ട്. ഓക്കെ. ലൈൻ ചാർട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ലൈൻ ചാർട്ട് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം. ഇത് ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡിഫറെന്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ലൈനിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ. സോ ഇതൊക്കെയാണ് നമ്മളുടെ എന്താ പറയാ ജാപ്പനീസ് കാൻഡിൽ സ്റ്റിക്സും അതേപോലെ തന്നെ നമ്മളുടെ ലൈൻ ചാർട്ടും ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഫോറക്സ് മാർക്കറ്റ് സെഷനിലോട്ട് പോവാം. ഇത് ഞാൻ ഇന്ത്യൻ ടൈമിങ്ങിലാണ് ഞാൻ പറയുന്നത്. ഡിഫറെന്റ് മാർക്കറ്റിൽ വേൾഡിലുള്ള പല മാർക്കറ്റുകളും ഓപ്പൺ ആവുന്ന, മെയിൻ ആയിട്ടുള്ള മാർക്കറ്റുകൾ ഓപ്പൺ ആവുന്ന ഇന്ത്യൻ ടൈമിങ്ങിനെ കുറിച്ചാണ് ഫസ്റ്റിലെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ഫസ്റ്റിലെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ജപ്പാൻ ഓപ്പൺ ആവുമ്പോഴാണ്. ജപ്പാൻ ഓപ്പൺ ആവുമ്പോൾ നമ്മുടെ ഏഷ്യൻ മാർക്കറ്റ് ഓപ്പൺ ആയെന്നാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. രാവിലെ 5:30 മണിക്കാണ് ജപ്പാൻ ഓപ്പൺ ആവുന്നത്. അതിനുശേഷം 6:30 മണിക്ക് ഹോങ്കോങ്ങും സിംഗപ്പൂരും ഓപ്പൺ ആവും. സോ ഈ ഒരു കേസിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് രാവിലെ ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്കാണ്. കാരണം 7:30 മണിക്കാണ് ഇന്ത്യൻ മാർക്കറ്റും ഓപ്പൺ ആവുന്നത്. അതുകൊണ്ടിട്ട് തന്നെ 7:30 മണിയാണ് ഞാനൊരു തീരുമാനം എടുക്കാനായിട്ട് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ള ടൈമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിനുശേഷം രാവിലെ 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവും, ജർമ്മനി ഓപ്പൺ ആവും 11:30 മണിക്ക്. അപ്പോൾ വേറൊരു വോളിയം ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുന്നത്. 12:30 മണിക്ക് ലണ്ടൻ സെഷനോട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു വോളിയം ഭയങ്കരമായിട്ട് കൂടുകയും മാർക്കറ്റിൽ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആയിരിക്കും. രാവിലത്തെ നിന്ന് വ്യത്യാസമായിട്ട് ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മാർക്കറ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ കാണാൻ പറ്റുക. ഓക്കെ. സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മാർക്കറ്റ് രാവിലെ ഏഷ്യൻ സെഷൻ ഓപ്പൺ ആയി മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ചിലപ്പോൾ 11:30 മണിയാകുമ്പം ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകുന്നതൊക്കെ കാണാം. കാരണം എന്താ, വോളിയം മാറി വേറൊരു മാർക്കറ്റ് ഓപ്പൺ ആയി. അതുകൊണ്ടിട്ട് തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ. സോ സെഷൻ ടു സെഷൻ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇന്ന സെഷൻ ഏഷ്യൻ സെഷനിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, യൂറോപ്യൻ സെഷനിൽ മാത്രം ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. സോ അവർ ട്രേഡ് ചെയ്യുന്നത് ഈ ഒരു ടൈമിംഗ് വെച്ചിട്ടാണ് എന്നുള്ള
എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾക്കും ഇത് കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടൈമിംഗ് എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് 2:30 മണിക്ക് ആക്ച്വലി ജപ്പാൻ ക്ലോസ് ആവുകയും 3:30 മണിക്ക് ഹോങ്കോങ്ങും സിംഗപ്പൂരും ക്ലോസ് ആവും. ബേസിക്കലി 3:30 മണിയാവുമ്പോൾ ഏഷ്യ ഫുള്ളായിട്ട് ക്ലോസ് ആവും എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ അതിനുശേഷം മെയിൻ ആയിട്ടുള്ള ഒരു ടൈമിംഗ് വരുന്നത് ഇന്ത്യൻ ടൈമിംഗ് 6:30 മണിക്കാണ്. കാരണം 6:30 മണിക്ക് US ഓപ്പൺ ആവും. ന്യൂയോർക്ക് സെഷനാണത്. ന്യൂയോർക്ക് സെഷൻ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ ഈ ഒരു സമയം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ആ ഒരു ടൈമിങ്ങിലാണ് യൂറോപ്പും US-ഉം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്. കാരണം വേൾഡിലെ തന്നെ ഏറ്റവും 2 വലിയ ശക്തികളാണ് യൂറോപ്പും US-ഉം എന്ന് പറയുന്നത് അല്ലേ. അത് രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന 6:30 മണി തൊട്ട് 8:30 മണി വരെയുള്ള ടൈമിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ 6:30 മണിക്കാണ് ഒരുപാട് ന്യൂസുകൾ US-ൽ നിന്ന് ഒരുപാട് ന്യൂസുകൾ വരുന്നത്. പ്രത്യേകിച്ചും മേജർ പേയേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ. മേജർ പേയേഴ്സ് എന്താണ്? US ഡോളർ ഉള്ള പേയേഴ്സിനെയാണ് നമ്മൾ മേജർ പേയേഴ്സ് എന്ന് വിളിക്കുന്നത്. സോ മേജർ പേയേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ന്യൂസുകൾ എക്കണോമിക് കലണ്ടർ പ്രകാരം ന്യൂസുകൾ നോക്കേണ്ടതും ഈ ഒരു പർട്ടിക്കുലർ ടൈമിങ്ങിലാണ്. ഓക്കെ, വൈകുന്നേരം 6:30 തൊട്ട് 8 മണി വരെയൊക്കെയാണ് ന്യൂസുകൾ US-ൽ നിന്ന് മെയിൻ ആയിട്ട് വരുന്നത്. സോ ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ വോളിയം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സമയവും കൂടാണ് ഇതെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, സോ അതിനുശേഷം ഓപ്പൺ ആവുന്ന മാർക്കറ്റ് സിഡ്നി മാർക്കറ്റാണ്, ഓസ്ട്രേലിയൻ മാർക്കറ്റ്. അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ആ ഒരു സമയത്ത് വലിയ ഒരു മൂവ്മെന്റ് ഒന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഞാനിവിടെ പറയാത്തൊരു ടൈമിംഗ് ഉണ്ട്, 8:30 മണി ഇന്ത്യൻ ടൈമിംഗ് 8:30 മണി. സോ ഇന്ത്യൻ ടൈമിംഗ് 8:30 മണിക്ക് ജർമ്മനി ക്ലോസ് ആവും. അതായത് യൂറോപ്പ് ക്ലോസ് ആവുന്ന ഒരു ടൈമാണ് രാത്രി 8:30 മണി എന്ന് പറയുന്നത്. സോ 8:30 മണി യൂറോപ്പ് ക്ലോസ് ആവുന്നതല്ല അവിടുത്തെ ഇമ്പോർട്ടൻസ്. പക്ഷേ US മാത്രമായിട്ട് ഓപ്പൺ ആയിട്ട് പ്രവർത്തിക്കുന്ന സമയമാണ് 8:30 മണി എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം 8:30ക്ക് യൂറോപ്പ് ക്ലോസ് ആവുകയും US മാത്രം വർക്ക് ആവുകയും ചെയ്യുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന 8:30 മണി എന്ന് പറയുന്ന ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ആ ഒരു സമയത്തും നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് കാണാം ഈ 8:30 മണിയാകുമ്പം ഭയങ്കര വലിയ വോളറ്റാലിറ്റി ഒക്കെ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിക്കും. കാരണം എന്താ? US മാത്രം പ്രവർത്തിക്കുന്ന സമയമാണ് ഈ പറയുന്ന 8:30 മണി. അതുകൊണ്ടിട്ടാണ് ഈ പറയുന്ന സമയത്ത് ഒരു വലിയ വോളറ്റാലിറ്റി ഉണ്ടാകുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതൊക്കെയാണ് മേജർ ആയിട്ടുള്ള ടൈം ഫ്രെയിംസ്. മേജർ മാർക്കറ്റ് ഓപ്പണിങ്സും ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയം വെച്ചിട്ട് നമ്മൾ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുക. മാർക്കറ്റിൽ ഒരു പർട്ടിക്കുലർ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ സപ്പോർട്ട് അവിടെ ആ മാർക്കറ്റ് ടൈമിങ്ങിൽ എടുത്തിട്ടില്ലയോ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു പ്രോപ്പറായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മാർക്കറ്റ് ടൈമിങ്ങുകൾ വെച്ച് മനസ്സിലാക്കുകയും അതിലൂടെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. ഈ ഒരു മെത്തേഡാണ് ഞാൻ മെയിൻലി നമ്മുടെ നമ്മുടെ കറൻസി പേഴ്സ് ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്സും എൻ്റെ മാർക്കറ്റ് ഡിസ്കഷൻ നിങ്ങൾ കയറിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനകത്ത് കുറച്ച് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിച്ച് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൂടെ ട്രേഡ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. ഓക്കെ, സോ ഞാൻ എല്ലാ ദിവസവും ഞാൻ മാർക്കറ്റ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലൂടെ രാവിലെ ഒരു 15 മിനിറ്റത്തെ ഒരു യൂട്യൂബിൽ ഞാൻ എല്ലാ ദിവസവും മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇടുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ ഉദ്ദേശം നിങ്ങളും എൻ്റെ കൂടെ തന്നെ ട്രേഡ് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഒരു അക്കൗണ്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കറിൽ തന്നെയായിരിക്കും അക്കൗണ്ട് നമ്മൾ തുടങ്ങുന്നത്. അതെങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാം, ആ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം എങ്ങനെ നമുക്കൊരു ഡെമോ അക്കൗണ്ട് അതിൽ സ്റ്റാർട്ട് ചെയ്യാം, ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് എങ്ങനെ നമ്മുടെ MetaTrader 5 എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, ആ പ്ലാറ്റ്ഫോമുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്ത് ട്രേഡ് എടുക്കാം എന്നുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പറഞ്ഞു പോകുന്നത്. സോ അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ഒരു ബ്രോക്കറിൽ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഡെമോ അക്കൗണ്ടിൽ നിങ്ങൾ ഒരു പൈസ പോലും അതിനകത്തിടണ്ട, നിങ്ങൾ ഡെമോ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്ത് പരിശീലനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ അതിന് വേണ്ടിയിട്ട് അടുത്ത വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരു ഡെമോ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ അതിലൂടെ നമുക്ക് ഞാൻ ഡെയിലി ബേസിൽ എടുക്കുന്ന ട്രേഡ്സും നിങ്ങൾക്ക് എടുത്തു പോകാം. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ അത് നമുക്ക് വർക്ക് ആകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം നോക്കാം അല്ലേ. സോ എന്നിട്ട് നമുക്ക് ഞാൻ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്ററിനെ കുറിച്ചും അതിൻ്റെ അടുത്ത വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ, സോ എന്തായാലും
വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ ആൾക്കാരിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്താ പറയുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. എൻ്റെ കൂടുതൽ ഫീഡ്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ടെലഗ്രാം ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ടെലഗ്രാമിലും നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ പാർട്ട് ആവാനായിട്ടും സാധിക്കും. ഓക്കെ, സോ ഉറപ്പായിട്ടും ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്തു പോവുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. സോ നമ്മളുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഹൗ ടു സെലക്ട് എ ഗുഡ് ബ്രോക്കർ, ഹൗ ടു സ്റ്റാർട്ട് ആൻ അക്കൗണ്ട് വിത്ത് എ ബ്രോക്കർ അല്ലേ. സോ ആ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.